സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്തെ പ്രധാന ചാപ്പലിൽ സ്ലീവ ഇല്ല. പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യം അനുസരിച്ചും കൂദാശകളുടെ പരികർമ്മം സംബന്ധിച്ച ഔദ്യോഗിക രേഖയിലും നിർദ്ദേശിച്ചിട്ടുള്ളത് കിഴക്കിന് അഭിമുഖമായി ആരാധന നടത്തേണ്ടതിന് മദ്ബഹ പള്ളിയുടെ കിഴക്കു ഭാഗത്തായിരിക്കണമെന്നും മദ്ബഹയുടെ കിഴക്കേ ഭിത്തിയിൽ ശൂന്യമായ സ്ലീവ സ്ഥാപിച്ചിരിക്കണമെന്നുമാണ്. ഈ നിർദ്ദേശങ്ങൾക്കും പൗരസ്ത്യ പാരമ്പര്യങ്ങൾക്കും വിരുദ്ധമായി സഭാ ആസ്ഥാനത്തെ പ്രധാന ചാപ്പലിൽ മദ്ബഹ സ്ഥാപിച്ചിരിക്കുന്നത് പടിഞ്ഞാറാണ്. സ്ലീവായ്ക്ക് പകരം സ്ഥാപിച്ചിട്ടുള്ളത് ക്രൂശിത രൂപവും. ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് എമിരറ്റ്സ് കർദിനാൾ മാർ ആലഞ്ചേരിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള മൗണ്ടിലെ വസതിയിൽ ഒരുക്കിയിട്ടുള്ള സ്വകാര്യ ചാപ്പലിലും മദ്ബഹായുടെ പിന്നിലെ ഭിത്തിയിൽ സ്ലീവായ്ക്ക് പകരം ഉത്തിതന്റെ ഐക്കണാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒപ്പം സക്രാരിയും സ്ഥാപിച്ചിട്ടുണ്ട്. സ്വകാര്യ ചാപ്പലിൽ സക്രാരി എന്തിനെന്ന് മനസ്സിലാകുന്നില്ല. പ്രധാന അൾത്താരയോട് ചേർന്ന് സക്രാരി സ്ഥാപിക്കരുത് എന്ന വത്തിക്കാൻ നിർദ്ദേശത്തിന്റെ ലംഘനമാണ് ഈ പുതിയ നിർമ്മിതി. ശിക്ഷയുടെയും അപമാനത്തിൻ്റെയും പ്രതീകമായ കുരിശ് ഈശോയുടെ ഉത്ഥാനം വഴി പുതുജീവനിലുള്ള ക്രൈസ്തവ പ്രത്യാശയുടെ ചിഹ്നമായി മാറി. ഈ മാറ്റമാണ് അലങ്കൃതമായ സ്ലീവ പ്രതീകവൽക്കരിക്കുന്നത്. മദ്ബഹ സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. സ്വർഗത്തിൽ ഈശോ കുരിശിൽ തൂങ്ങി മരിച്ചു കിടക്കുന്ന അവസ്ഥയിലല്ല. സ്ലീവ ക്രൈസ്തവർക്ക് രക്ഷയുടെ അടയാളമാണ്. സഭ പഠിപ്പിക്കുന്നത് പ്രാവർത്തികമാക്കാൻ സഭാ ശുശ്രൂഷകർ കടപ്പെട്ടവരാണ്. പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ആത്മവഞ്ചനയുമാണ്.